ഈ ലോകത്തിൽ വന്യമൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ കഴിയുന്ന ഇടം ഒരുപാടുണ്ട്. എന്നാൽ ഇതുപോലെയിടം ലോകത്ത് വേറെ എങ്ങുമില്ല. മനുഷ്യൻ താമസിക്കുന്ന ഗ്രാമത്തിന് തൊട്ടുമുന്നിൽ വെറും 50 മീറ്റർ ദൂരത്തിൽ കാടിറങ്ങി വരുന്ന ആനക്കൂട്ടത്തെ കാണാൻ കഴിയുന്ന മറ്റൊരു സ്ഥലം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ? മറ്റു വന്യമൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, എന്നാൽ കാട്ടാനകളെ മാത്രം ഭ്രാന്ത് പിടിപ്പിക്കുന്ന എന്ത് നിഗൂഢമായ രഹസ്യമാണ് ഈ പുഴയിലെ വെള്ളത്തിന്റെ അടിത്തട്ടിലുള്ളത്? കാട്ടിലെ ലക്ഷക്കണക്കിന് മൃഗങ്ങളിൽ എന്തുകൊണ്ട് ആനകൾ മാത്രം ദിവസങ്ങൾ സഞ്ചരിച്ച് കൃത്യമായി ഇവിടം തേടിയെത്തുന്നു? മൂന്നാറിൽ നിന്നും വെറും 40 കിലോമീറ്റർ ദൂരെ ഇടുക്കിയിലെ മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്നാണ് ആനക്കുളം എന്ന ഈ കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചെറിയ മലയോര ഗ്രാമമാണ്. കേരളത്തിലെ മറ്റ് മലയോര ഗ്രാമങ്ങളിൽ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളതും. ഈ തിരക്കൊഴിച്ച് ഈ തിരക്കിന്റെ ഒരു കാരണം മറ്റ് ഗ്രാമങ്ങളൊന്നും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക കാഴ്ച ഇവിടുന്ന് നമുക്ക് കിട്ടും. ആ പ്രത്യേക കാഴ്ച എന്താന്നല്ലേ? ആ മുന്നിൽ കാണുന്ന കാട്ടിൽ നിന്ന് കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി പുഴയിലേക്ക് വരും. അവരിവിടെ ഒരുപാട് നേരം ഉണ്ടാവും. അതും കാത്താണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഒരു ചായ കുടിക്കാൻ പോയപ്പോഴാണ് കൃത്യ ആനകൾ വരുന്നത്. ആ ആനകൾ പുഴയിലേക്ക് ഇറങ്ങി ആ ഉറവുകളൊക്കെയുള്ള ഭാഗത്തേക്ക് വന്ന് നിന്നു. നിങ്ങളിനി ശ്രദ്ധിച്ചു നോക്കിയ ആനകൾ തുമ്പിക്കൈ ഇറക്കി ആ ഉറവുകളിൽ നിന്ന് വെള്ളം വലിച്ചു കുടിക്കുന്നത് കാണാം. എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവുമല്ലോ ക്യൂരിയസും കുറുമ്പും നിറഞ്ഞ ആൾക്കാര്. ഈ ഹേർഡില് അങ്ങനെ ഒരാളാണ് ഈ വരുന്നത്. നമ്മളിവിടെ നിന്നുള്ള സൗണ്ട് കേട്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കൊന്ന് വരാൻ ശ്രമിച്ചിരുന്നു. പ്രായപൂർത്തിയാവുന്നതോടെ കുട്ടിക്കൊമ്പന്മാര് ഇൻഡിപെൻഡന്റ് ആയി ബിഹേവ് ചെയ്ത് തുടങ്ങും. ആ സമയങ്ങളിൽ ഹേർഡിലെ മുതിർന്ന ആനകൾ ഇവരെ ഹേർഡിൽ നിന്ന് മാറ്റി നിർത്താൻ തുടങ്ങും. ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഇവ ഹേർഡിലെ മറ്റാനകളുടെ അടുത്തേക്ക് പോകുമ്പം അവരെല്ലാരും മാറിപ്പോകുന്നതായി കാണാം. ഇവനാണെങ്കിൽ ഭയങ്കര മിസ്റ്റീവിയസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എങ്ങനെ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാണാനേ ഉണ്ടായിരുന്നില്ല. ഈ ഹേർഡിലെ തീരെ ചെറിയ കുട്ടിയാനകളാണിത്. രണ്ടുപേർക്കും ഒരേ പ്രായമാണെന്ന് തോന്നുന്നുണ്ട്. ഇവരിങ്ങനെ വെള്ളം നനഞ്ഞു നിൽക്കുന്നത് കൊണ്ടും നല്ല ഇരുണ്ട കളർ ആയതുകൊണ്ടും ഇത്ര നേരം നമുക്ക് ഇവരെ ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ക്യൂട്ടാണ് ഇവര്. ആ കുട്ടിക്കൊമ്പൻ ഇപ്പോഴും അവിടെ വളരെ റെസ്റ്റ്ലെസ് ആയി നിൽക്കുന്നുണ്ട്. അവൻ കുറച്ചു നേരം ആ ഹേർഡിന്റെ ഒപ്പമൊക്കെ നിന്ന് പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പം അവിടെ നിന്ന് മെല്ലെ മാറി ആ പുഴയിൽ നിന്ന് കേറിപ്പോവാൻ തുടങ്ങി. അവനങ്ങനെ മാറിപ്പോകാൻ തുടങ്ങിയപ്പം എന്തുകൊണ്ടാവും മാറിപ്പോകുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. ഇനി വരുന്ന വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ടാ മാറിപ്പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ ആ പുഴയുടെ സൈഡിലെത്തിയപ്പോഴാണ് കാട്ടിൽ നിന്ന് ഈ ഒരു ആന ഇറങ്ങി വരുന്നത്. ഈ പിടിയാനേന്റെ കുറച്ച് ബാക്കിലായിട്ട് ഒരു കുട്ടിക്കൊമ്പനും കൂടി ഉണ്ടായിരുന്നു. ഈ ആനകൾ നേരെ ഇവന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ആ പിടിയാനേനെ കണ്ടതും മൂപ്പര് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്നുള്ള രീതിക്ക്. ഈ പിടിയാന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആനയാണ്. കണ്ടിട്ട് ഈ ഹേർഡിലെ മെട്രിയാക്കാൻ തോന്നുന്നു. ഇത്ര നേരം ഈ ഹേർഡിലുള്ള മറ്റു മുതിർന്ന ആനകളെ ഒന്നും ഈ കൊമ്പന് വലിയ പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി ഇവന്റെ ബിഹേവിയർ ഒന്ന് ശ്രദ്ധിച്ചോ? ഈ ആന അടുത്ത് വരുന്നതോടുകൂടി ഇവൻ ആകെ ഒന്ന് പാനിക്കായി അവിടെ നിന്ന് മാറിപ്പോകുന്നത് കാണാം. ആ പിടിയാന വെള്ളത്തിലേക്ക് ഇറങ്ങി നേരെ ഇവന്റെ സൈഡിലേക്കാണ് പോയത്. അവനെ വെള്ളത്തിൽ നിന്ന് കയറ്റിവിടാൻ നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ പ്രായപൂർത്തിയാവുന്ന കൊമ്പന്മാരെ ഹേർഡിൽ നിന്ന് പുറത്താക്കുമെന്ന്? അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ആ പിടിയാനെ അവനെ വെള്ളത്തിൽ നിന്ന് കയറ്റി വിട്ടു. അവനാണെങ്കിൽ കേറിപ്പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല.
തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ആ പിടിയാനെ ചാലഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നു. പക്ഷെ വലിപ്പക്കുറവ് കാരണം അവന് പിന്മാറേണ്ടി വന്നു. ആ കുട്ടിക്കൊമ്പനെ പുഴന്ന് കയറ്റിവിട്ടതിന് ശേഷം ഈ പിടിയാന നേരെ ഹേർഡിന്റെ അടുത്തേക്കാണ് നടന്നുപോയത്. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് ഈ ഹേർഡിലെ മെട്രിയൊക്കെ ആയിരിക്കും ഈ ആന എന്നാണ്. പക്ഷെ ഇനി നടന്ന കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് അങ്ങനെയല്ലെന്ന് മനസ്സിലായി. ഈ ആന നേരെ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റാനകളെ വെള്ളത്തിൽ നിന്ന് കയറ്റിവിടാൻ ശ്രമിച്ചു. ഇത് ചിലപ്പം മറ്റൊരു ഹേർഡിലെ ആനയായിരിക്കാം. ഇനി ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. കാട്ടിലെ മറ്റ് ജലാശയങ്ങളിൽ നിന്നൊക്കെ മാറി കടുവയും പുലിയും കാട്ടുപോത്തും ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഈ പുഴയിലേക്ക് എന്തുകൊണ്ടായിരിക്കും ആനകൾ മാത്രം വരുന്നതെന്ന്. ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഈ പുഴയുടെ അടിത്തട്ടിലാണ്. ഈ പുഴയിലെ ചില പ്രത്യേക ഭാഗങ്ങളിലുള്ള പാറയിടുക്കിൽ നിന്ന് ഒരു നീരുറവ് നിരന്തരമായി പുറത്തേക്ക് വരുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും റിസർച്ചേഴ്സും പറഞ്ഞതനുസരിച്ച് ഈ ഉറവയുടെ വെള്ളത്തിന് നേരിയ ഉപ്പുരസമുണ്ട്, പിന്നെ കടുപ്പവുമുണ്ട്. അതായത് അന്ന് വരുന്നത് ഹാർഡ് വാട്ടർ ആണ്. ആനയുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസ് ഈ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളത്തിലുണ്ട്. പ്രകൃതി ഒരുക്കിയ ഈ ഉറവ തേടി ആനകൾ ഇങ്ങോട്ട് മൈലുകളോളം സഞ്ചരിച്ചിട്ടാണ് വരാറ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ആ ആനക്കൂട്ടം നിൽക്കുന്ന സ്ഥലവും നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു 50 മീറ്റർ ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് അടുത്ത് നിന്ന് നമുക്ക് ഇവിടുന്ന് കാട്ടാനകളെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുന്ന അധികം ആളുകളും അവരുടെ ഫാമിലിയുടെ ഒപ്പമൊക്കെയാണ് വരുന്നത്. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് ഇവിടുന്ന് ആനക്കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. നേരത്തെ കയറ്റിവിട്ട കുട്ടിക്കൊമ്പൻ വീണ്ടും ഇപ്പൊ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടും ഓരോ ആനകളെ പോയി തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇപ്പോഴും ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അവനിങ്ങനെ ഓരോ ആനകളുടെ ഒക്കെ അടുത്ത് പോയി ലാസ്റ്റ് എത്തിയത് നേരത്തെ അവനെ ഓടിച്ചു വിട്ട ആനയുടെ അടുത്തായിരുന്നു. ആ ആനയെ കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറിപ്പോകാൻ തുടങ്ങി. ആ കുട്ടിക്കൊമ്പൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള എല്ലാ അടവുകളും നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ മുതിർന്ന ആന അവന്റെ പിന്നാലെ തന്നെ പോയി അവനെ കയറ്റി വിടുകയായിരുന്നു. ആ കുട്ടിക്കൊമ്പനെ കയറ്റിവിട്ട് ഈ ഹേർഡ് ഒന്ന് സ്വസ്ഥമായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാടിന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു ഹേർഡ് ഇറങ്ങി വരുന്നത്. ഈ 2 ആനകളെ ഇപ്പൊ പുഴയുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കി ആനകള് ഇവിടെ ബാക്കിലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റു മൃഗങ്ങൾക്ക് ഈ വെള്ളത്തിനോട് അങ്ങനെ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവരാരും അങ്ങനെ ഈ ഉറവുള്ള ഭാഗത്തേക്ക് വന്ന് വെള്ളം കുടിക്കുന്നതായി കണ്ടിട്ടില്ല. ഞങ്ങൾ തന്നെ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. 1-2 വട്ടമൊക്കെ മാനുകളെ കണ്ടിട്ടുണ്ട്. അവരാണെങ്കിൽ പോലും ഈ പുഴയുടെ സൈഡിലേക്ക് വന്ന് വെള്ളം കുടിച്ചിട്ട് കയറിപ്പോകാറാണ് പതിവ്. അവരാരും തന്നെ ഈ ഉറവയുടെ ഭാഗത്തേക്ക് വരാറില്ല. ഇവിടെ ഈ 2 ആനകൾ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ 2 ആനകളും 2 ഹേർഡിൽ നിന്നുള്ള ആനകളാണ്. ഒരാന ഇപ്പൊ വന്ന ഒരു ആനയാണ്. ഇവര് തുമ്പിക്കൈയൊക്കെ പൊന്തിച്ച് അവരുടെ ഡോമിനൻസ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പേരുടെ ആവശ്യം ഇവിടെ നിന്ന് വെള്ളം കുടിക്കാന്നുള്ളതാണ്. മിക്കവാറും ഇവിടെ ഒരു അടി ഉണ്ടാവും. ഇവിടെ ഉള്ളവര് ഈ ആനക്കുളത്തെ ആനയുടെ ബീവറേജ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ബീവറേജിലൊക്കെ കാണുന്നത് പോലെ
വളരെ അച്ചടക്കത്തോടെയാണ് ഇവിടെ വരുന്ന ആനകളും വെള്ളം കുടിക്കാനായിട്ട് വരാറുള്ളത്. പിന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ ക്ഷമ നശിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് അവര് വെള്ളം കുടിക്കാനായിട്ട് ഇതിന്റെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പൊ ചെറിയ രീതിക്കുള്ള ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവാറുമുണ്ട്. മുതിർന്ന ആനകൾ മാത്രമല്ല, ഇവിടെ കുട്ടിക്കൊമ്പന്മാരും ചെറിയ രീതിക്കൊക്കെ കൊമ്പ് കോർക്കുന്നുണ്ടായിരുന്നു. ഇപ്പം 2 ഹേർഡിലും കുറച്ച് ആനകൾ വെള്ളത്തിലുണ്ട്. ഈ ആനക്കുളം ഇപ്പം ഭയങ്കര ആക്റ്റീവാണ്. 2 ഹേർഡും നല്ല കോൺഷ്യസ് ആണ്. കുട്ടികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. മറ്റേ ഹേർഡിൽ ആന അടുത്ത് വരുമ്പം അപ്പം തന്നെ അതിനെ ഓടിച്ചു വിടുകയാണ്. നമ്മളിവിടെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ നിറച്ചും ആൾക്കാരായിരുന്നു. ഇപ്പം എല്ലാവരും തന്നെ പോയി. ഞാൻ പറഞ്ഞല്ലോ, സമയം ഇപ്പം 12 മണി കഴിഞ്ഞു. ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടി വരുന്നുണ്ട്. അവർ കുറച്ച് നേരം നിൽക്കും, പിന്നെ പോവും. എനിക്ക് ശരിക്കും തോന്നുന്നില്ല ലോകത്ത് എവിടെയും തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന്. നമുക്ക് ഇത്ര പീസ്ഫുള്ളായി വന്നിരുന്ന് നല്ലൊരു കാം അറ്റ്മോസ്ഫിയറിൽ നമുക്കിങ്ങനെ ആനയെ കാണാൻ പറ്റും. നമ്മൾ മാത്രമല്ല കേട്ടോ കാമായിട്ട്, അവരും നല്ല കാമായിട്ട് തന്നെ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത്. നമ്മളിവിടെ എത്ര പേരുണ്ടെങ്കിലും അതൊന്നും ബോധർ ചെയ്യാണ്ടാണ് അവരവിടെ നിന്ന് വെള്ളം കുടിക്കുക. ഇവിടെ ഈ മേളിലുള്ള 2 കൊമ്പന്മാരില്ലേ, ഇവർ ഈ ഹേർഡിൽ നിന്ന് പുറത്താക്കിയ കൊമ്പന്മാരാ. പ്രായപൂർത്തിയായി കഴിയുമ്പം ഈ കൊമ്പന്മാരെ ഹേർഡിൽ നിന്ന് പുറത്താക്കുമല്ലോ. ഇവർ ശരിക്കും ഇടയ്ക്ക് ഈ ഹേർഡിൻ്റെ അടുത്തേക്ക് വരും. ഇവിടെയുള്ള ഫീമെയിൽ എലിഫൻസ് ഇതിനെ ഓടിച്ചു വിടും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അവർ മെല്ലെ കാട്ടിൽ നിന്ന് ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് തന്നെ, ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വരും. അവർ വീണ്ടും ഇതിനെ ഓടിച്ചുവിടും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്ന സമയം തൊട്ട് കുറേ പ്രാവശ്യമായി ഇവർ ഓടിച്ചു വിടുന്നു, അവർ വീണ്ടും തിരിച്ചു വരുന്നു. നല്ല രസമുണ്ട് അത് കാണാൻ. ഇപ്പോഴത്തെ 2 കൊമ്പന്മാർ 2 സൈഡിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവർ മെല്ലെ വീണ്ടും പതുക്കെ ഈ ഹേർഡിൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളം എത്ര അടിപൊളിയാണെന്ന്. രാത്രി 1 മണിക്കൊക്കെ മാഗിയും കഴിച്ചുകൊണ്ട് കാട്ടാനകളെയും കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ മാഗിയൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വരവ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊമ്പനായിട്ടാ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ 2 ഹേർഡിലെ ആനകൾ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന്. അതിൽ പകുതി ആനകളും ഇപ്പൊ മുകളിലേക്ക് കയറിപ്പോയി. മിക്കവാറും ഇവന്റെ വരവ് മനസ്സിലാക്കിയിട്ടാവും അവര് കയറിപ്പോയത്. ആ കൊമ്പൻ നേരെ പുഴയുടെ ഭാഗത്തേക്ക് നടന്നു വന്നെങ്കിലും പുഴയിലേക്ക് ഇറങ്ങാതെ നേരെ മുകളിലേക്കാണ് കയറിപ്പോയത്. നേരത്തെ ആ കുട്ടിക്കൊമ്പന്മാരുടെ പുറകെ നടന്ന് ആ ഒരു പിടിയാനേന്റെ ഭാഗത്തേക്കാണ് ഈ കൊമ്പൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. േട്ടൻ പറഞ്ഞില്ല ഒരു പിടിയാനേന്റെ അടുത്തേക്ക് 2 കുട്ടിക്കൊമ്പന്മാര് പോണേന്ന്. അത് ഹീറ്റില തോന്നുന്നുണ്ട്. ആ ഇതാ പോണു. ആ പിടിയാനേന്റെ അടുത്തേക്കാ പോണത്. ഓ അത് ഓടി. പാവം നിരാശയോടെ തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ കൊമ്പൻ ആനക്കുളത്തേക്ക് വന്നത് ഇവിടെയുള്ള മിനറൽ വാട്ടർ കുടിക്കാനല്ലെന്ന് മനസ്സിലായി. പുഴയിലേക്ക് ഇറങ്ങി വന്നിട്ടും ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് പിടിയാനകളെയൊക്കെ ഈ കൊമ്പൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ആ കുട്ടിക്കൊമ്പൻ വന്നപ്പോ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കൊമ്പൻ വന്നപ്പോഴും. ഈ കൊമ്പനെ കാണുമ്പോ തന്നെ അവിടെയുള്ള ആനകളൊക്കെ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്.
ആ കുട്ടിക്കൊമ്പന്മാർക്കൊക്കെ ഈ കൊമ്പനെ നല്ല പേടിയുണ്ട്. ആ കൊമ്പനടുത്തേക്ക് വരുമ്പോൾ തന്നെ അവര് പേടിച്ചു മാറി നിൽക്കുന്നത് കാണാം. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഫീമെയിലായിട്ട് അത് മേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഫീമെയില് വാലിട്ടടിച്ചൊക്കെ ആ കൊമ്പനോട് അവിടെ നിന്ന് മാറിപ്പോകാൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയ ആ ഫീമെയിലിന്റെ കാലിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു കുട്ടീനെ കാണാം. ആ കൊമ്പൻ ഉദ്ദേശിച്ചു വന്ന കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ കുറച്ചു നേരം ഇവിടെ നിന്ന് വെള്ളം കുടിച്ചേക്കാന്ന് വിചാരിച്ച് കുറച്ചു നേരം ആ കൊമ്പൻ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ്. അപ്പം നമ്മൾ കിട്ടുന്ന സൈറ്റിംഗ് ഒക്കെ ഷൂട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഇപ്രാവശ്യം നമുക്ക് ഇവിടെ നിന്ന് കുറേ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനും പറ്റി. പിന്നെ കുറേ നേരം ക്യാമറ ഒന്നും ഇല്ലാതെ ഇവരുടെ ബിഹേവിയർ ഒക്കെ നോക്കിയിരിക്കാനും പറ്റി. കാടിന്റെ നിയമങ്ങളും അതിന്റെ വിസ്മയങ്ങളും തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു കാടിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.